അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് കണ്ടീഷൻ ഫേവേഴ്സ് ദി എക്സിസ്റ്റൻസ് ഓഫ് എ സബ്സ്റ്റൻസ് ഇൻ ദി സോളിഡ് സ്റ്റേറ്റ്? ഓപ്ഷൻ നോക്കുമ്പോൾ ഹൈ ടെമ്പറേച്ചർ, നമുക്കറിയാം ഹൈ ടെമ്പറേച്ചറിൽ അതെപ്പോഴും സോളിഡ് സ്റ്റേറ്റിൽ നിന്ന് ലിക്വിഡിലേക്കും ലിക്വിഡിൽ നിന്ന് ഗ്യാസ് സ്റ്റേറ്റിലേക്കും പോകാനുള്ള ടെൻഡൻസി ആയിരിക്കും. ലോ ടെമ്പറേച്ചർ നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ ആവാം. ബാക്കി ഓപ്ഷൻ കൂടി നമുക്ക് നോക്കാം. കാരണം ലോ ടെമ്പറേച്ചർ വരുന്ന സമയത്ത് നമുക്കറിയാം ഗ്യാസിനെ നമ്മൾ ലിക്വിഡാക്കാം, അല്ലെങ്കിൽ ലിക്വിഡിൽ സോളിഡ് സ്റ്റേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ലോ ടെമ്പറേച്ചർ നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ ആവാം. ഹൈ തെർമൽ എനർജി കൂടുക എന്ന് പറയുമ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോഴാണ് തെർമൽ എനർജി കൂടുക. അപ്പോൾ ഏതായാലും സി ഓപ്ഷൻ അല്ല. വീക്ക് കൊയ്സീവ് ഫോഴ്സ്, അപ്പോൾ വീക്ക് ഫോഴ്സ് ആണെങ്കിൽ, അട്രാക്റ്റീവ് ഫോഴ്സ് വീക്ക് ആണെങ്കിൽ നമുക്കറിയാം അതൊരിക്കലും സോളിഡ് സബ്സ്റ്റൻസിനെ ഫേവർ ചെയ്യുന്ന കണ്ടീഷൻ അല്ല. അപ്പോൾ നമുക്ക് ഓപ്ഷൻ ബി ആണ് വരുന്നത്, ലോ ടെമ്പറേച്ചർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാൻ ഹോഫ് ഫാക്ടർ ഐ ഫോർ എ കോമ്പൗണ്ട് വിച്ച് അണ്ടർഗോ ഡിസോസിയേഷൻ in one solvent and association in other solvent is respectively. See, association ആണെങ്കിൽ ഐ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും ലെസ് ദാൻ 1 ആയിരിക്കും. അതുപോലെ ഡിസോസിയേഷൻ ആണെങ്കിൽ ഐ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഡിസോസിയേഷൻ ആൻഡ് അസോസിയേഷൻ. അപ്പോൾ ഡിസോസിയേഷൻ വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ മീൻസ് ഡിസോസിയേഷൻ വരുമ്പോൾ ഗ്രേറ്റർ ദാൻ 1ഉം അതുപോലെ തന്നെ അസോസിയേഷൻ വരുമ്പോൾ ലെസ് ദാൻ 1ഉം ആണ്. അപ്പോൾ നമുക്ക് 2 അല്ലേ ഓപ്ഷൻ വരിക. ഗ്രേറ്റർ ദാൻ 1 ഇൻ ഡിസോസിയേഷൻ ആൻഡ് ലെസ് ദാൻ 1 ഇൻ അസോസിയേഷൻ, ഓപ്ഷൻ സി. ഇപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എ ഗിവ്സ് ബി ഇഫ് കെ ഇസ് റേറ്റ് കോൺസ്റ്റന്റ് ആൻഡ് ദി ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് is 0.5 മോളാർ, then half life is. സി, നമുക്കറിയാം, അതായത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷനിൽ അതിൻ്റെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഒരിക്കലും അതിൻ്റെ ഹാഫ് ലൈഫ് പീരീഡിനെ ബാധിക്കുന്നില്ല. അപ്പോൾ എന്ത് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആണെങ്കിലും അതിൻ്റെ ഹാഫ് ലൈഫ് പീരീഡ് എന്ന് പറയുന്ന ഒരു ഫിക്സഡ് വാല്യൂ ആയിരിക്കും, മാറില്ല. നമുക്കറിയുന്ന വാല്യൂ ഇതിൻ്റെ 0.693 ഡിവൈഡ് ബൈ കെ ആണ് ടി ഹാഫിൻ്റെ വാല്യൂ ഫോർ എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഈ 0.693 എന്ന് പറയുന്നത് എന്താ? ഇത് 2.303 log 2. ഓക്കെ, log 2ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0.3 ആണ്. അപ്പോൾ 0.3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 0.693 ആണ്, ഡിവൈഡ് ബൈ കെ ആണ്. ഇതെന്ന് പറയുന്നത് ശരിക്കും എന്താ? ln2 ഡിവൈഡ് ബൈ കെ അല്ലേ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓപ്ഷൻ വരുന്നത് ബി ആണ്, ദാറ്റ് ഈസ് ln2 ഡിവൈഡ് ബൈ കെ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ മിക്സ്ചർ ഓഫ് ക്രിസ്റ്റലോയിഡ് ആൻഡ് കൊളോയിഡ് ക്യാൻ ബി സെപ്പറേറ്റഡ് ബൈ. ഈ ക്രിസ്റ്റലോയിഡിൻ്റെ പ്രത്യേകത, നമ്മൾ ഇതിനെ ഒരു സെമി പെർമെബിൾ മെമ്പറിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ക്രിസ്റ്റലോയിഡ് ഈ പറയുന്ന സെമി പെർമെബിൾ മെമ്പറിലൂടെ പാസ് ചെയ്യും. പക്ഷേ കൊളോയിഡ് ഒരിക്കലും ഒരു സെമി പെർമെബിൾ മെമ്പറിലൂടെ പാസ് ചെയ്യില്ല. അപ്പോൾ ഈ ഒരു സെമി പെർമെബിൾ മെമ്പർ വെച്ചിട്ട് നമ്മൾ അതിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ നമ്മൾ ഡയാലിസിസ് എന്നാണ് വിളിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ വരിക ഓപ്ഷൻ ബി ആണ്, ഡയാലിസിസ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അഡ്സോർപ്ഷൻ ഇസ് എ ഫിനോമിനൻ ഇൻ വിച്ച് എ സബ്സ്റ്റൻസ്. അഡ്സോർപ്ഷൻ എന്ന് പറയുമ്പോൾ ഒരു സബ്സ്റ്റൻസ് വേറെ സബ്സ്റ്റൻസിൻ്റെ സർഫസിലേക്ക് അക്യുമുലേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ നോക്കാം എന്തൊക്കെയാണ്. ഗോസ് ഇൻ ടു ദ ബോഡി ഓഫ് ദി അതർ സബ്സ്റ്റൻസ്, അല്ല, ബോഡിയിലേക്ക് അക്യുമുലേറ്റഡ് ഓൺ ദി സർഫസ് ഓഫ് ദി അതർ സബ്സ്റ്റൻസ്, ഇതാണ് നമ്മൾ ആൻസർ വരിക. റിമെയിൻസ് ക്ലോസ് ടു ഈച്ച് അതർ, അല്ല, അപ്പോൾ നൺ ഓഫ് ദിസ് വല്ല ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻ ഇസ് ഓഫ് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ? എന്താ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ, ഒരു റിയാക്ഷൻ കാണാൻ അത് ഫോളോ ചെയ്യുന്നത് ഹയർ ഓർഡർ കൈനറ്റിക്സ് ആയിരിക്കും, പക്ഷേ അത് ആക്ച്വലി ഫോളോ ചെയ്യുന്നത് ലോവർ ഓർഡർ കൈനറ്റിക്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ ടൈപ്പ് ഓഫ് റിയാക്ഷൻസിനെ നമ്മൾ വിളിക്കുന്നവരാണ് സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഈ എസ്റ്ററിൻ്റെ ഹൈഡ്രോളിസിസ് കൺസിഡർ ചെയ്യാം. ഈ എസ്റ്ററിൻ്റെ ഹൈഡ്രോളിസിസ് നടക്കുമ്പോൾ നമുക്ക് ആസിഡും അതുപോലെ തന്നെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽക്കഹോളാണ് കിട്ടുന്നത്. ഇവിടെ ഇതൊരു എലമെൻ്ററി റിയാക്ഷനാണ്, സിംഗിൾ സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷനാണ്. അപ്പോൾ അതിൻ്റെ റേറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് കെ ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് എസ്റ്റർ ഇൻറ്റു മോളാർ കോൺസെൻട്രേഷൻ ഓഫ് വാട്ടർ ആണ്. പക്ഷേ എന്താ കാര്യം എന്ന് വെച്ചാൽ, ഡ്യൂറിങ് ദ റിയാക്ഷൻ ഈ വാട്ടറിൻ്റെ എമൗണ്ട് വളരെ കൂടുതലായതുകൊണ്ട് അതിൻ്റെ കോൺസെൻട്രേഷൻ ചേഞ്ച് എന്ന് പറയുന്നത് ഒരിക്കലും റേറ്റ് ഓഫ് റിയാക്ഷനെ എഫക്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ ഒരിക്കലും കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് മാത്രമേ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കോൺസെൻട്രേഷൻ ടേം നമ്മൾ എടുക്കില്ല. അപ്പോൾ അത് ഫോളോ ചെയ്യുന്നത് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആയിരിക്കും. കാണാൻ അത് സെക്കൻഡ് ഓർഡർ പോലെയാണെങ്കിലും ഫോളോ ചെയ്യുന്ന ഫസ്റ്റ് ഓർഡർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്കിതിനെ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് വിളിക്കാം. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The amount of charge required for conversion of 1 mole of MnO4- to Mn2+.
നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ MnO4- ഈ Mn2+ ആയിട്ട് മാറുമ്പോൾ ഇതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റിലുള്ള ചേഞ്ച് കണ്ടുപിടിക്കുക. ഇവിടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +7 ആണ്, ഇവിടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +2 ആണ്. അപ്പോൾ ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇസ് ഈക്വൽ ടു 5 ആണ്. ഓക്കെ, ഇനി ഇതിൻ്റെ മീനിങ് എന്താ? ഇത് ഈ MnO4- ഒരു സ്പീഷീസ് ഇത് Mn2+ ആയിട്ട് വരുമ്പോൾ അവിടെ 5 ഇലക്ട്രോൺസിൻ്റെ ട്രാൻസ്ഫർ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇത് 1 മോൾ ഓഫ് MnO4- ഇത് 1 മോൾ Mn2+ ആയിട്ട് മാറുമ്പോൾ അവിടെ 5 മോൾ ഇലക്ട്രോൺസിൻ്റെ ട്രാൻസ്ഫർ ആണ് നടക്കുക. ഓക്കെ, അപ്പോൾ 5 മോൾ ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 5 ഫാരഡ് ആണ്. കാരണം ഒരു മോൾ ഇലക്ട്രോണിൻ്റെ ചാർജിനെയാണ് നമ്മൾ 1 ഫാരഡ് എന്ന് വിളിക്കുക. അപ്പോൾ 5 മോൾ ഇലക്ട്രോണിൻ്റെ ചാർജ് എന്ന് പറഞ്ഞാൽ 5 ഫാരഡ് ആയിരിക്കും. 5 ഫാരഡിനെ നമ്മൾ കൂളംസിലേക്ക് മാറ്റി. ഇവിടെ കൂളംസിലാണ് കൊടുത്തിരിക്കുന്നത്, യൂണിറ്റ് എഴുതിയിട്ടില്ല, ബട്ട് കൂളംസിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 96500 ആണ് അപ്രോക്സിമേറ്റ്ലി ഒരു കൂളംസിൻ്റെ ഒരു ഫാരഡ് ഇസ് ഈക്വൽ ടു കൂളംസിലേക്ക് വരുമ്പോൾ വരിക ഇൻറ്റു 5 ആണ് വരിക. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മാച്ച് ദ ഐറ്റംസ് ഗിവൺ ഇൻ ദ കോളം 1 ആൻഡ് ദ ടൈപ്പ് ഓഫ് സൊല്യൂഷൻ ഗിവൺ ഇൻ കോളം 2. നോക്ക്, ഫസ്റ്റ് നമുക്ക് വരുന്നത് സോഡ വാട്ടർ ആണ്. സോഡ വാട്ടർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എ സൊല്യൂഷൻ ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ്. ഓക്കെ, സൊല്യൂഷൻ ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ്. ഇനി എന്താ? ഷുഗർ സൊല്യൂഷൻ. ഷുഗർ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ എ സൊല്യൂഷൻ ഓഫ് സോളിഡ് ഇൻ ലിക്വിഡ്. സൊല്യൂഷൻ ഓഫ് സോളിഡ് ഇൻ ലിക്വിഡ്. ഓക്കെ, ഇനി അടുത്തെന്താ പറയുന്നത്? ജർമ്മൻ സിൽവർ. ജർമ്മൻ സിൽവർ എന്ന് പറയുന്നത് ഒരു അലോയ് ആണ്. നമുക്കറിയാം അലോയ് എന്ന് പറയുന്നത് എ സൊല്യൂഷൻ ഓഫ് സോളിഡ് ഇൻ സോളിഡ്. ഓക്കെ, സോളിഡ് ഇൻ സോളിഡ്. ഇനി അടുത്തെന്താ? എയർ എന്ന് പറയുന്നത് എ സൊല്യൂഷൻ ഓഫ് ഗ്യാസ് ഇൻ ഗ്യാസ് ആണ്. അപ്പോൾ ഇത് മാച്ച് ചെയ്യുക 2ലാണ്. ആൻഡ് ഫൈനലി ഹൈഡ്രജൻ ഗ്യാസ് ഇൻ പലേഡിയം എന്ന് പറയുന്ന സൊല്യൂഷൻ ഓഫ് ഗ്യാസ് ഇൻ സോളിഡ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് മാച്ച് ചെയ്യുന്ന ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ടൈപ്പ് ഓഫ് ക്രിസ്റ്റൽ ഡിഫക്റ്റ് ഇൻഡിക്കേറ്റഡ് ഇൻ ദി ഡയഗ്രാം ബിലോ ഇസ്. നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ Cl- സറൗണ്ട് ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും Na+ അല്ലേ? അപ്പോൾ ഇതൊരു Na+ അയോണാണ് ഇവിടുന്ന് മിസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ Cl- ഇവിടെ മിസ്സായിരിക്കുന്നത് ഒരു Na+ അയോണാണ്. ഇവിടേക്ക് Na+, അപ്പോൾ മിസ്സായിരിക്കുന്നത് Cl- അയോണാണ്. Na+ മിസ്സായിരിക്കുന്നത് Cl- അയോൺ. അപ്പോൾ ഇവിടുന്ന് 2 Na+, ഇവിടുന്ന് 2 Cl- ആണ് മിസ്സായിരിക്കുന്നത്. ഈക്വൽ നമ്പർ ഓഫ് ആനിയോൺസ് ആൻഡ് കാറ്റയോൺസ് ആർ മിസ്സിങ്. അങ്ങനെ ഈക്വൽ നമ്പർ ഓഫ് ആനിയോൺസ് ആൻഡ് കാറ്റയോൺ മിസ്സിങ് ആണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ദാറ്റ് ഇസ് ഷോർട്ട് കീ ഡിഫക്റ്റ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ വരെ ഡി ആണ്, ദാറ്റ് ഇസ് ഷോർട്ട് കീ ഡിഫക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ട്രൂ അബൌട്ട് ദ ചാർജ് അക്വേർഡ് ബൈ പി ടൈപ്പ് സെമി കണ്ടക്ടർ. നമുക്കറിയാം പി ടൈപ്പ് സെമി കണ്ടക്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ 14th ഗ്രൂപ്പ് എലമെൻറ്റിനെ 13th ഗ്രൂപ്പ് എലമെൻറ്റ് ഉപയോഗിച്ചിട്ട് ഡോപ്പ് ചെയ്യുമ്പോഴാണ് ഈ പി ടൈപ്പ് സെമി കണ്ടക്ടർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ 13th ഗ്രൂപ്പ് എലമെൻറ്റിന് നമുക്കറിയാം അതിൻ്റെ ഒരു ഇലക്ട്രോൺ കുറവായതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാവുന്നത് ഹോൾസ് ആയിരിക്കും. പക്ഷെ ഹോൾസ് ഉണ്ടായി എന്ന് വെച്ചിട്ട് ഇതിൻ്റെ ചാർജിൽ വ്യത്യാസമൊന്നും വരുന്നില്ല. കാരണം ചാർജിൽ എപ്പോഴാണ് വ്യത്യാസം വരിക? ഇലക്ട്രോൺസ് ലൂസ് ചെയ്യുമ്പോഴോ ഇലക്ട്രോൺസ് ഗെയിൻ ചെയ്യുമ്പോഴാണ് അവിടെ ചാർജിൽ വ്യത്യാസം ഉണ്ടാവുക. ഇവിടെ ന്യൂട്രലായിരിക്കുന്ന 14th ഗ്രൂപ്പ് ആറ്റത്തിലേക്ക് 13th ഗ്രൂപ്പ് ആഡ് ചെയ്യണം, അതും ന്യൂട്രലാണ്. അപ്പോൾ അവിടെ ഒരിക്കലും ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ അല്ലെങ്കിൽ ഇലക്ട്രോൺസ് അവിടെ നഷ്ടപ്പെടുകയോ നേടുകയോ ഒന്നും ചെയ്യുന്നില്ല. ഹോൾസ് ഉണ്ടാവുന്നുണ്ട് എന്നല്ലാതെ ഒരിക്കലും അതിൻ്റെ ചാർജിൽ വ്യത്യാസം വരാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. അപ്പോൾ അത് ന്യൂട്രലായിരിക്കും. അപ്പോൾ ആൻസർ വരെ ന്യൂട്രലാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് വാസ് 0.52 degrees Celsius when 6 gram of a compound X was dissolved in 100 gram of water. Molecular weight of X is. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന കൊളീഗേറ്റീവ് പ്രോപ്പർട്ടി വെച്ചിട്ടാണ് നമുക്ക് കാൽക്കുലേഷൻ വരുന്നത്. ഇവിടെ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ΔTFൻ്റെ ഇക്വേഷനാണ്, ΔTBയുടെ ഇക്വേഷനാണ്. ΔTB നമുക്ക് അറിയാം, ദാറ്റ് ഇസ് KB × 1000 × WB ഡിവൈഡ് ബൈ WA ഇവിടെ MB. ഇതാണ് ഇക്വേഷൻ. ΔTB നമുക്ക് തന്നിട്ടുണ്ട് 0.52 ആണ്. അപ്പോൾ 0.52 ഈക്വൽ ടു KB-യുടെ വാല്യൂ ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട് 0.52. ഓക്കെ, ഇൻറ്റു 1000 ഇൻറ്റു WB വെയിറ്റ് ഓഫ് സൊല്യൂട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് 6 gram ആണ്. അപ്പോൾ 6 ഡിവൈഡ് ബൈ അവിടെ പറഞ്ഞിരിക്കുന്നത് എ കോമ്പൗണ്ട് X വാസ് ഡിസോൾവ്ഡ് ഇൻ 100 gram ഓഫ് വാട്ടർ. അപ്പോൾ സോൾവെൻ്റെ വാല്യൂ 100 ആണ്. ഓക്കെ, ഇനി ഇവിടെ ഇൻറ്റു നമുക്ക് MB ആണ് കണ്ടുപിടിക്കേണ്ടത്. MB കണ്ടുപിടിക്കണം. ഇവിടെ കുറേ കാര്യങ്ങൾ കട്ടായി പോകും, ഇത് രണ്ടും കട്ടായി പോകും. ഓക്കെ,
ഇവിടെ 2 സീറോസ് കട്ടായി പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ 6 ഇൻറ്റു 10 എന്ന് പറയുന്നത് 10 ഇൻറ്റു 6 എന്ന് പറയുന്നത് 60 ആണ് വരുന്നുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ എം ബി ഇങ്ങോട്ടേക്ക് വന്നാൽ എം ബി ഈസ് ഈക്വൽ ടു നമുക്ക് വാല്യൂ വരിക 60 ആണ്. ഓക്കെ, അപ്പോൾ യൂണിറ്റ് വരെ ഗ്രാം പെർ മോളാണ്. അപ്പോൾ നമുക്ക് ആൻസർ മാച്ച് ചെയ്യുക ബി ഓപ്ഷനാണ്, ദാറ്റ് ഇസ് 60 ഗ്രാം പെർ മോൾ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റിയാക്ഷൻ ടേക്കിംഗ് പ്ലേസ് അറ്റ് കാഥോഡ് ഡ്യൂറിങ് ഇലക്ട്രോളിസിസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ്. അത് ഇലക്ട്രോളിസിസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ നോർമലി വോൾട്ടൈക് സെൽ ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, അവിടെ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് കാഥോഡിൽ നിന്ന് നമ്മൾ ഒരു ഇലക്ട്രോഡിനെ പറയുകയാണെങ്കിൽ അവിടെ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് റിഡക്ഷൻ ആയിരിക്കും. അപ്പോൾ എവിടെയാണോ റിഡക്ഷൻ നടക്കുന്നത് അതായിരിക്കും കാഥോഡ്, എവിടെയാണോ ഓക്സിഡേഷൻ നടക്കുന്നത് അതായിരിക്കും ആനോഡ്. ഇലക്ട്രോളിസിസ് നടക്കുന്ന സമയത്ത് നെഗറ്റീവ് ഇലക്ട്രോഡിലാണ് റിഡക്ഷൻ നടക്കുക. അപ്പോൾ നെഗറ്റീവ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത് കാഥോഡ് ആയിരിക്കും, പോസിറ്റീവ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത് ആനോഡ് ആയിരിക്കും. പക്ഷേ നമ്മളൊരു വോൾട്ടൈക് സെൽ എടുത്തു കഴിഞ്ഞാൽ റിഡക്ഷൻ നടക്കുന്നത് പോസിറ്റീവ് ഇലക്ട്രോഡ് ആയിരിക്കും. അപ്പോൾ പോസിറ്റീവ് ഇലക്ട്രോഡാണ് അവിടെ കാഥോഡ് വരുന്നത്, അതുപോലെ തന്നെ നെഗറ്റീവ് ഇലക്ട്രോഡാണ് ആനോഡായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കാഥോഡ് എന്ന് പറയുന്നതുകൊണ്ട് നമുക്കിവിടെ മാറ്റമൊന്നും വരുന്നില്ല, ആൻസർ വരിക റിഡക്ഷൻ ആണ്, ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫോർ ദ റിയാക്ഷൻ 2A + B gives C, the following kinetic data were obtained. അപ്പോൾ നമുക്കിവിടെ എയുടെ മോളാർ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്, ബിയുടെ മോളാർ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട്, അതുപോലെ റേറ്റ് ഓഫ് റിയാക്ഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ dC/dt എന്ന് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ റേറ്റ് ഓഫ് റിയാക്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എ ബിയുടെ ഓർഡർ കണ്ടുപിടിക്കണം. നമുക്ക് റേറ്റ് ഇക്വേഷൻ ആണല്ലോ വേണം, അപ്പോൾ രണ്ടിൻ്റെ ഓർഡർ കണ്ടുപിടിക്കണമല്ലോ. ബിയുടെ ഓർഡർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എ കോൺസ്റ്റൻ്റ് ആയിട്ട് വരുന്ന സിറ്റുവേഷൻ നമ്മൾ എടുക്കുക. അപ്പോൾ ഈ 1ഉം 2ഉം 2ൽ ഇവിടെ എ കോൺസ്റ്റൻ്റ് ആണ്, പക്ഷേ ബി എന്ന് പറയുന്നത് വേരി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഇവിടെ ഞാനിപ്പോൾ തൽക്കാലം ചെയ്യണം ഈ ഒരു ഡാറ്റ അല്ലെങ്കിൽ ഇക്വേഷൻ നമ്പർ 2, ഇക്വേഷൻ എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല, ഡാറ്റ നമ്പർ 2 ഡിവൈഡ് ബൈ ഡാറ്റ നമ്പർ 1 എടുക്കുകയാണ്. അങ്ങനെ 1 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബിയുടെ ടേംസിൽ എടുത്തു കഴിഞ്ഞാൽ ബി എന്ന് പറയുന്നത് ഇവിടെ 4/1 ആയിട്ടുണ്ട്. ഓക്കെ, 4/1 എന്ന് പറയുന്നത് ഈക്വൽ ടു 4 ആണ്. ഇനി അതേസമയം റേറ്റിൽ ഉണ്ടാകുന്ന വ്യത്യാസം നമുക്ക് നോക്കാം. റേറ്റ് 2/1 ആയിട്ടുണ്ട്, ദാറ്റ് ഇസ് ഈക്വൽ ടു 2. നമ്മളെപ്പോഴും ഈ ഓർഡർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു ഇക്വേഷൻ എപ്പോഴും ഫോളോ ചെയ്യുക. ദാറ്റ് ഇസ് റേറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ റേസ് ടു n, where n is the order of the that particular reactant എന്ന് നമുക്ക് എടുക്കാം. അപ്പോൾ റേറ്റിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇവിടെ 2 ആണ്. ഓക്കെ, അപ്പോൾ ഇനി കോൺസെൻട്രേഷനിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇസ് പ്രൊപ്പോർഷണൽ ടു 4 ആണ്, ദാറ്റ് ഇസ് 4 n നമുക്ക് എഴുതാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ചെറിയ കാര്യം ചെയ്യുന്നത് 2 ഇസ് പ്രൊപ്പോർഷണൽ ടു, എനിക്കിതിനെ എഴുതാം 2 ആണല്ലോ 4, അപ്പോൾ 2n. ഇനി ഇവിടുന്ന് ഇത് 2 എന്ന് പറയുമ്പോൾ 2 അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, n ഈക്വൽ ടു, നമുക്ക് ഇതിനെ നേരെ കമ്പയർ ചെയ്യാം, 2n ഈക്വൽ ടു 1 എന്ന് പറയാം, അപ്പോൾ n ഈക്വൽ ടു 1/2 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ബിയുടെ ഓർഡർ കിട്ടി, ബിയുടെ ഓർഡർ എന്ന് പറയുന്നത് 1/2 ആണ്. ഇനി നമുക്ക് എയുടെ കാര്യം കൺസിഡർ ചെയ്യാം. ഇതേപോലെ ബി കോൺസ്റ്റൻ്റ് ആയിട്ട് വരുന്ന സിറ്റുവേഷൻ എടുക്കാം. ഇത് രണ്ടും ബി കോൺസ്റ്റൻ്റ് ആയിട്ട് വരികയാണ്. ഓക്കെ, എന്നിട്ട് ഞാനിവിടെ 2/3 ചെയ്യാണ്. 2/3 ചെയ്യുന്ന സമയത്ത് എയുടെ ചേഞ്ച് നമുക്ക് നോക്കാം. ഈ എന്തായിട്ട് മാറുകയാണ്, 4/1 ഈക്വൽ ടു 4 ആണ്. ഓക്കെ, അപ്പോൾ റേറ്റിലുള്ള വ്യത്യാസം നോക്കാം. റേറ്റിൽ എന്താ വ്യത്യാസം വരുന്നത്, റേറ്റിലും വരുന്ന വ്യത്യാസം 2/1 ഈക്വൽ ടു 2, നേരത്തെ പോലെ തന്നെയാണല്ലേ. അപ്പോൾ നമ്മൾ ഇതേപോലെ നേരത്തെ പോലെ തന്നെ എന്തെഴുതാം, 2 ഇസ് പ്രൊപ്പോർഷണൽ ടു, 2 എന്ന് പറയുന്നത് എയുടെ കോൺസെൻട്രേഷൻ, 2 എന്ന് പറയുന്നത് റേറ്റ് ആണ്. ഇവിടെ കോൺസെൻട്രേഷൻ, എയുടെ കോൺസെൻട്രേഷൻ ദാറ്റ് ഈസ് നമുക്കറിയാം 4 ആണ്, 4n എഴുതി. ഓക്കെ, നേരത്തെ അതേ കാൽക്കുലേഷൻ ആണ്, ദാറ്റ് ഈസ് 2 പ്രൊപ്പോർഷണൽ ടു 2n ആണ്. അങ്ങനെയാണെങ്കിൽ 2n ഇസ് ഈക്വൽ ടു 1 ആണ്, ദെർഫോർ n ഈക്വൽ ടു 1/2. ഇവിടെയും എന്നിൻ്റെ വാല്യൂ 1/2 ആണ്. ഇവിടുത്തെ എന്ന് പറയുന്നത് എയുടെ ഓർഡർ ആണ്. അപ്പോൾ എയുടെ ഓർഡറും 1/2 ആണ്, ബിയുടെ ഓർഡറും 1/2 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് റേറ്റ് ഇക്വേഷൻ k ഇൻറ്റു a⁻1/2 ഇൻറ്റു b⁻1/2, ഓപ്ഷൻ സി. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻ ഇസ് നോട്ട് എ ടൈപ്പ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ. നമുക്കറിയാം റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഓക്സിഡേഷനും റിഡക്ഷനും നടക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം, ഫസ്റ്റ് ഓപ്ഷൻ നോക്കാം. ഇവിടെ KClO3 ഗിവ്സ് KClO4 പ്ലസ് KCl. ഇവിടെ KClO3 എന്ന് പറയുമ്പോൾ ഇവിടെ Clൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരിക +5 ആണ്. ഓക്കെ,
KClO4 മൈനസ് എന്ന് പറയുമ്പോൾ ഇവിടെ Clൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +7 ആണ്. KCl എന്ന് പറയുമ്പോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1 ആണ്. അപ്പോൾ +1 എന്ന് പറയുന്നത് +7 ആയി ഓക്സിഡേഷൻ നടന്നു, +5 എന്ന് പറയുന്നത് -1 ആയി റിഡക്ഷൻ നടന്നു. ശരിക്കും ഇത് ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ ആണ്. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ ആണ്. കാരണം ഓക്സിഡേഷനും റിഡക്ഷനും നടന്നിട്ടുണ്ട്. നോക്കാം അടുത്തത് SO2 എന്ന് പറയുമ്പോൾ സൾഫറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് +4 ആണ്. H2S ഇവിടെ സൾഫറിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2 ആണ്. ഓക്കെ, ഇവിടെ വരുമ്പോൾ -2. ഓക്കെ, നമുക്കിത് H2O ആണ് വരിക. ഓക്കെ, അപ്പോൾ H2O ആൻഡ് സൾഫർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആണ്. -2 ബിക്കം 0 എന്ന് പറയുമ്പോൾ അവിടെ ഓക്സിഡേഷൻ നടന്നു. +4 ബിക്കം 0 എന്ന് പറയുമ്പോൾ അവിടെ റിഡക്ഷൻ നടന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഓപ്ഷൻ ബിയിലും അവിടെ നോക്കിക്കഴിഞ്ഞാൽ അതൊരു റിഡോക്സ് റിയാക്ഷൻ ആണ്. ഇനി നമുക്കിവിടെ നോക്കാം. BaO2 + H2SO4 gives BaSO4 + H2O2. ഈ ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നോക്കിയാൽ ഇത് -1 ആണ്. പെറോക്സൈഡ് ഇവിടെയും -1 ആണ്, വ്യത്യാസമില്ല. H2SO4 ഹൈഡ്രജൻ +1, ഇവിടെ +1. SO4 ആയിട്ടുണ്ട്. Ba +2 ആണ്, +2. അപ്പോൾ ഇവിടെ ആർക്കും ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ ചേഞ്ച് ഉണ്ടാവുന്നില്ല. സോ ദിസ് ഇസ് നോട്ട് എ റിഡോക്സ് റിയാക്ഷൻ. സി റിഡോക്സ് റിയാക്ഷൻ അല്ല. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നു അതാണ് ഏതാണ് റിഡോക്സ് റിയാക്ഷൻ അല്ലാത്തത്. സി എന്തല്ല, റിഡോക്സ് റിയാക്ഷൻ അല്ല. ഇനി ഇവിടെ നോക്കാം. സിങ്ക് ഈ എലമെൻ്ററി സ്റ്റേറ്റ് കണ്ടാൽ പിന്നെ വേറെ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും റിഡോക്സ് റിയാക്ഷൻ ആയിരിക്കും. അപ്പോൾ ഓപ്ഷൻ ബിയും റിഡോക്സ് റിയാക്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ ഓൾറെഡി കിട്ടി, സി ആണ് ഓപ്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഇക്വാലന്റ് കണ്ടക്ടിവിറ്റി ഓഫ് 0.1 നോർമൽ CH3COOH അറ്റ് 25 degrees Celsius is 80 ohm inverse centimeter square equivalent inverse and at infinite dilution is 400 ohm inverse centimeter square equivalent inverse. The degree of dissociation of CH3COOH is. നമുക്ക് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മോളാർ കണ്ടക്ടിവിറ്റിയാണ് തന്നിട്ടുണ്ടെങ്കിൽ λm/λ0m ആണ്. അതുപോലെ നമുക്ക് ഇക്വാലന്റ് കണ്ടക്ടിവിറ്റിയാണ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൽഫ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് λ=λ0 ഇക്വാലന്റ് ആണ്. നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഇക്വാലന്റ് കണ്ടക്ടിവിറ്റിയാണ് രണ്ട് കേസിലും. ഓക്കെ, അപ്പോൾ ദ ഇക്വാലന്റ് കണ്ടക്ടിവിറ്റി തന്നിട്ടുണ്ട് 80 ആണ്. ഇക്വാലന്റ് കണ്ടക്ടിവിറ്റി λ0 ഇക്വാലന്റ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ഡയല്യൂഷനിലുള്ള ഇക്വാലന്റ് കണ്ടക്ടിവിറ്റി തന്നിട്ടുണ്ട് 400 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 0 കട്ടായി, 8 40 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1/5 ആണ്. ഒരു 1/5 എന്ന് പറഞ്ഞാൽ 0.2. ഓക്കെ, അപ്പോൾ ആൻസർ 0.2 ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഔട്ട് ഓഫ് ദി ഫോളോയിങ് ഹാലൈഡ്സ് അല്ല ഹൈഡ്രേറ്റ്സ് ഓഫ് ഗ്രൂപ്പ് 16 വിച്ച് ഡസ് നോട്ട് പൊസസ് റെഡ്യൂസിങ് പ്രോപ്പർട്ടി. അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ TE ആയിക്കോട്ടെ, SE ആയിക്കോട്ടെ, S ആയിക്കോട്ടെ, ഓക്സിജൻ ആയിക്കോട്ടെ, എല്ലാം അതിൻ്റെ -2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. അപ്പോൾ എല്ലാത്തിനും അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി പറ്റും എക്സെപ്റ്റ് ഓക്സിജൻ അതിൻ്റെ -2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി സ്റ്റേബിൾ ആണ്. അപ്പോൾ ഓക്സിജന് അതിൻ്റെ -2 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നിന്ന് അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂട്ടാനുള്ള ടെൻഡൻസി, ഓക്സിഡേഷൻ നടക്കാനുള്ള ടെൻഡൻസി എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും, ലീസ്റ്റ് ആയിരിക്കും. ഓക്കെ, ബാക്കി ആൾക്കാർക്കൊക്കെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂട്ടാൻ, ദാറ്റ്സ് ഓക്സിഡേഷൻ നടക്കാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. ഓക്സിഡേഷൻ നടക്കാനുള്ള ടെൻഡൻസി കൂടുതലാണെങ്കിൽ അത് റെഡ്യൂസിങ് ക്യാരക്ടർ കാണിക്കും. അപ്പോൾ റെഡ്യൂസിങ് പ്രോപ്പർട്ടി ഇല്ലാത്ത ആൾ എടുത്തു കഴിഞ്ഞാൽ അത് വാട്ടറാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദി കോമ്പോസിഷൻ ഓഫ് കോപ്പർ മാറ്റീസ്. കോപ്പർ മാറ്റി എന്ന് പറയുന്നത് FeSൻ്റെയും അതുപോലെ Cu2Sൻ്റെയും കോമ്പിനേഷനാണ്, ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദി IUPAC നെയിം ഓഫ് K4FeCN 6 times. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് K4FeCN 6 times ആണ്. നമുക്ക് ആദ്യം Feൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാം. പൊട്ടാഷ്യം എന്ന് പറയുന്ന +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിരിക്കും ഇൻറ്റു 4. Feൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്ക് അറിയില്ല, എക്സ് ആയിട്ട് വിചാരിച്ചു. Cൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ എൻ്റെ ടോട്ടൽ ചാർജ് എന്ന് പറഞ്ഞാൽ -1 ആണ് ഇൻറ്റു 6, ദാറ്റ് ഇസ് ഈക്വൽ ടു 0 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 4 + x - 6 = 0. എക്സ് ഇസ് ഈക്വൽ ടു ഇവിടെ വാല്യൂ വരിക +2 ആണ്. ഓക്കെ, ഇവിടെ -2 വരെ ഇങ്ങോട്ട് പോകുമ്പോൾ +2. അപ്പോൾ എക്സിൻ്റെ വാല്യൂ ദാറ്റ് ഈസ് അയണിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +2 ആണ്. ഓക്കെ, ഇനി ഇത് +2 ആണെങ്കിൽ നമുക്കറിയാം ഇതിൻ്റെ ടോട്ടൽ ചാർജ്, അതായത് സ്പിയറിൻ്റെ ചാർജ് -4 ആണ്. അതുകൊണ്ട് ഇവിടെ K എന്ന് പറയുന്നത് +4 ആണ്. സ്പിയറിൻ്റെ ചാർജ് നെഗറ്റീവ് ആണ്. നമ്മൾ എപ്പോഴും പറയേണ്ടത് ഇതിൻ്റെ പോസിറ്റീവ് പാർട്ടിനാണ്. പോസിറ്റീവ് പാർട്ട് ഷുഡ് നെയിം ഫസ്റ്റ്. അപ്പോൾ നമ്മൾ നെയിം സ്റ്റാർട്ട് ചെയ്യുക പൊട്ടാസ്യം ആണ്. അപ്പോൾ പൊട്ടാസ്യം. ഇനി സ്പിയറിൻ്റെ പേരാണ് പറയേണ്ടത്. സ്പിയറിൻ്റെ പേര് പറയുമ്പോൾ നമ്മൾ ലിഗാൻഡാണ് ഫസ്റ്റ് പറയേണ്ടത്. അപ്പോൾ 6 ലിഗാൻഡ് പ്രസൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പറയാം പൊട്ടാസ്യം ഹെക്സാസയനോ. ഓക്കെ, ഹെക്സാസയനോ. പിന്നെ Feനെയാണ് പറയേണ്ടത്. ഇത് സ്പിയറിൻ്റെ ചാർജ് നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ നമ്മൾ മെറ്റലിൻ്റെ നെയിം പറയുമ്പോൾ അതിൻ്റെ ലാറ്റിൻ നെയിം ഉപയോഗിക്കണം. കൂടാതെ
അതിൻ്റെ IUM അല്ലെങ്കിൽ UM ഒഴിവാക്കിയിട്ട് 8 ചേർക്കണം. അപ്പോൾ ഇതിൻ്റെ ലാറ്റിൻ നെയിമിന് ഫെറം, നമ്മൾ IUM അല്ലെങ്കിൽ UM ഒഴിവാക്കിയിട്ട് 8 ചേർത്താൽ ഇത് ഫെറേറ്റ് ആണ് പറയുക. അപ്പോൾ പൊട്ടാസ്യം ഹെക്സാസയനോഫെറേറ്റ്. പിന്നെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് പറയേണ്ടത് സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ. അപ്പോൾ നമുക്ക് സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ നമ്മൾ അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 2 മെൻഷൻ ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് ഓപ്ഷൻ ഡി ആണ് ആൻസർ വരും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് വിനൈലിക് ഹാലൈഡ്? വിനൈലിക് ഹാലൈഡ് എന്ന് പറയുമ്പോൾ കാർബൺ ഡബിൾ ബോണ്ടിൽ നേരിട്ട് ഹാലജൻ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ വിനൈലിക് ഹാലൈഡ് എന്നാണ് വിളിക്കുക. ഫസ്റ്റ് ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ BR എന്ന് പറയുന്നത് sp2 കാർബൺ, ദാറ്റ് ഇസ് ഡബിൾ ബോണ്ടഡ് കാർബണിലല്ല കണക്ട് ചെയ്തിരിക്കുന്നത്. ഇത് അലൈലിക് ആണ് അല്ലേ? എന്താ, ഡബിൾ ബോണ്ട് കഴിഞ്ഞിട്ട് പിന്നത്തെ കാർബണിൻ്റെ ഹാലജൻ കണക്ട് ചെയ്താൽ അതിനെ അലൈലിക് എന്നാണ് വിളിക്കുക. അപ്പോൾ ഇത് വിനൈലിക് അല്ല, കാരണം ഡബിൾ ബോണ്ടിൽ നേരിട്ടല്ല ഹാലജൻ കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇത് വിനൈലിക് ആണ്, കാരണം ഡബിൾ ബോണ്ടിൽ നേരിട്ടാണ് ഹാലജൻ കണക്ട് ചെയ്തിരിക്കുന്നത്. അവിടെയും ഡബിൾ ബോണ്ട്, അതും അലൈലിക് ആണ്, ഡബിൾ ബോണ്ട് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന കാർബണിലാണ് ഹാലജൻ കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ സി ആണ് ആൻസർ വരിക. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് arrangement represent the correct order of electron gain enthalpy with negative sign നമ്മൾ കൺസിഡർ ചെയ്തിട്ടാണ്. ഓക്കെ, മക്കളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, അറിയുന്ന കുറച്ച് ഫാക്ട് പറയാം. ഇപ്പോൾ ക്ലോറിൻ്റെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഈസ് ഗ്രേറ്റർ ദാൻ ഫ്ലൂറിൻ ആണ്. അതുപോലെ സൾഫറിൻ്റെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഈസ് ഗ്രേറ്റർ ദാൻ ഓക്സിജൻ ആണ്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫ്ലൂറിൻ ഗ്രേറ്റർ ദാൻ ക്ലോറിൻ, തെറ്റല്ലേ? ഇനി അടുത്തത് എന്താണ്, സൾഫർ ഗ്രേറ്റർ ദാൻ ഓക്സിജൻ, അതിനേക്കാളും ലെസ് ദാൻ ആണ് പിന്നെ ക്ലോറിൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇല്ല, ക്ലോറിൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹാലജൻ ഗ്രൂപ്പ് എപ്പോഴും മുന്നിലാണ് വരിക. അപ്പോൾ ഇത് നമ്മൾ ഓപ്ഷൻ അല്ല. ഇനി ഓക്സിജൻ ഗ്രേറ്റർ ദാൻ സൾഫർ നോക്കിയേ വേണ്ട. ഇവിടെ നോക്കിയാൽ ക്ലോറിൻ വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ ഫ്ലൂറിൻ, അതിൻ്റെ താഴെ സൾഫർ, ഓക്സിജൻ. അപ്പോൾ ഇല്ലൽ പോസിബിലിറ്റി എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എൻ ആംബിഡെൻഡേറ്റ് ലിഗാൻഡ്? എന്താ ആംബിഡെൻഡേറ്റ് ലിഗാൻഡ് എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ടൈപ്പ് ഓഫ് ലിഗാൻഡിനെയാണ് നമ്മൾ ആംബിഡെൻഡേറ്റ് ലിഗാൻഡ് എന്ന് വിളിക്കുക. ഫോർ എക്സാമ്പിൾ CN, ഇവിടെ കാർബൺ ഡോണറായിട്ടായിട്ട് വർക്ക് ചെയ്യും, അതുപോലെ നൈട്രജൻ ഡോണറായിട്ടായിട്ട് വർക്ക് ചെയ്യും. ഓക്കെ, അതുപോലെ SCN, ഇവിടെ സൾഫർ ഡോണറായിട്ടായിട്ട് വർക്ക് ചെയ്യും, അതുപോലെ തന്നെ നൈട്രജൻ ഡോണറായിട്ടായിട്ട് വർക്ക് ചെയ്യും. അതുപോലെ NO2, ഇവിടെ നമ്മൾ ആൻസർ NO2 ആണ്. NO2 നൈട്രജൻ ഡോണറായിട്ടായിട്ട് വർക്ക് ചെയ്യും, അതുപോലെ ON ഓക്സിജൻ ഡോണറായിട്ടായിട്ട് വർക്ക് ചെയ്യും. സോ ആൻസർ എ ആണ്, ഓപ്ഷൻ എ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഈസ് ദ കറക്റ്റ് IUPAC നെയിം ഫോർ ദിസ് പെർട്ടിക്കുലർ കോമ്പൗണ്ട്? നമ്മളിതിനെ എഴുതുമ്പോൾ ഇതിങ്ങനെയുള്ളത് CH3, ഇവിടെ CH, ഞാൻ അതിനെ താഴേക്ക് എഴുതാണ് C2H5, ദാറ്റ് ഇസ് CH2 CH3, ബാക്കി ഇങ്ങോട്ട് CH2Br. നെയിം എഴുതുന്ന നമ്മളെപ്പോഴും ലോങ്ങസ്റ്റ് ചെയിൻ സെലക്ട് ചെയ്യണം. ഇതല്ലേ ഇതിൻ്റെ ലോങ്ങസ്റ്റ് ചെയിൻ, ഇതാണ് ലോങ്ങസ്റ്റ് ചെയിൻ, ഇതാണ് ഇതിൻ്റെ ലോങ്ങസ്റ്റ് ചെയിൻ. പിന്നെ എന്ത് ചെയ്യണം, നമ്മൾ നമ്പർ ചെയ്യണം. നമ്പർ ചെയ്യുമ്പോൾ എപ്പോഴും സബ്സ്റ്റിറ്റ്യൂട്ടിന് ലീസ്റ്റ് നമ്പർ വരുന്ന രീതിയിൽ വേണം നമ്പർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് മാത്രമുള്ളതുകൊണ്ട് ഇവിടെ 1, ഇത് 2, ഇത് 3, ഇത് 4. ഓക്കെ, ആൽഫബറ്റിക്കലാണ് നമ്മൾ നെയിം പറയാം. അപ്പോൾ 1 ബ്രോമോ, ഓക്കെ, 1 ബ്രോമോ 2 മീഥൽ, 1 ബ്രോമോ 2 മീഥൽ 4 കാർബൺ ബ്യൂട്ടൈൻ, ദാറ്റ് ഇസ് ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഗിവൺ ബിലോ ആർ 2 സ്റ്റേറ്റ്മെന്റ് ലാബിൾഡ് ആസ് അസേർഷൻ ആൻഡ് റീസൺ. നൈട്രജൻ ഡസ് നോട്ട് ഫോം കോമ്പൗണ്ട്സ് ഇൻ +5 ഓക്സിഡേഷൻ സ്റ്റേറ്റ് വിത്ത് ഹാലജൻ. ഓക്കെ, ഹാലജനുമായിട്ട് നൈട്രജൻ ഇത് ഫോം ചെയ്യാറില്ല, +5 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഫോം ചെയ്യാറില്ല, കറക്റ്റാണ്. ഇനി എന്താ അടുത്തത്, ഓൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് നൈട്രജൻ ഫ്രം +1 to +4 tend to disproportionate in acid solution. See, +1 അല്ലെങ്കിൽ 2 +4 ആവുന്ന സിറ്റുവേഷനിൽ ഇതിൻ്റെ ടെൻഡൻസി, അപ്പോൾ ഇത് എന്താണ്, ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റിനും അതുപോലെ തന്നെ ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റിനും ഇടയിലുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ഇടയിലുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണെങ്കിൽ ഇറ്റ് ക്യാൻ അണ്ടർഗോ ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ഈ ഒരു കാര്യം എന്ന് പറയുന്നത് ശരിയാണ്. പക്ഷേ ഇതിൻ്റെ എന്താണ്, ഇതിൻ്റെ റീസൺ ആയിട്ട് നമുക്ക് ഇതിനെ പറയാൻ വേണ്ടി പറ്റില്ലല്ലോ. കാരണം നൈട്രജൻ ഡസ് നോട്ട് ഫോം കോമ്പൗണ്ട് ഇൻ +5 ഓക്സിഡേഷൻ സ്റ്റേറ്റ് വിത്ത് ഹാലജൻ, അതിൻ്റെ റീസൺ അല്ലല്ലോ. അപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. അപ്പോൾ ബോത്ത് അസേർഷൻ ആൻഡ് റീസൺ ബോത്ത് ആർ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് റീസൺ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല. അസേർഷൻ റീസൺ ബോത്ത് ആർ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ബട്ട് റീസൺ ഈസ് നോട്ട് കറക്റ്റ് എക്സ്പ്ലനേഷൻ. അപ്പോൾ നമുക്ക് 24ൻ്റെ ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. അറേഞ്ച് ദ ഫോളോയിങ് കോമ്പൗണ്ട്സ് ഇൻ ദി ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദ ഡെൻസിറ്റി. നമുക്കറിയാം ഡെൻസിറ്റി എന്ന് പറയുന്നത് നോർമലി മാസ് ബൈ വോളിയ. അപ്പോൾ നോർമലി മാസ് കൂടുന്ന സമയത്ത് അതിൻ്റെ ഡെൻസിറ്റി കൂടും. മാസ് കൂടുക എന്ന് പറയുമ്പോൾ അതിൻ്റെ മോളാർ മാസ് കൂടുമ്പോൾ ഡെൻസിറ്റി കൂടും. ഇതിനകത്ത് മോളാർ മാസ് ഏറ്റവും കൂടുതൽ വരിക ഈ ഒരു കോമ്പൗണ്ടിൽ, കാരണം ഇവിടെ ബ്രോമിൻ ആണ്. ഇവിടെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് ഒരു ക്ലോറിൻ, ഇതിന് 2 ക്ലോറിൻ ഉണ്ട്, അപ്പോൾ മോളാർ മാസ് കൂടി. ഇവിടെ ക്ലോറിന് പകരം ബ്രോമിനാണ്, ബ്രോമിൻ വരുമ്പോൾ മോളാർ മാസ് വീണ്ടും കൂടി. അപ്പോൾ ഏറ്റവും ഹയസ്റ്റ് വരിക 4th വൺ, പിന്നെ 3rd വൺ,
ഓക്കെ, അപ്പോൾ തിരിച്ചല്ലേ പറയാം. ഡെൻസിറ്റി ഏറ്റവും കൂടുതൽ വരിക, ഹയസ്റ്റ് വരിക 4th വൺ, പിന്നെ 3rd വൺ, പിന്നെ 2nd വൺ, പിന്നെ 1st വൺ. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ടു വിച്ച് ഐസോമേഴ്സ് ദ ഫോളോയിങ് കോമ്പൗണ്ട്സ് ബിലോങ്സ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പുറത്തുള്ള കൗണ്ടർ അയോൺ Cl2 ആണോ, ഓക്കെ, NH3 5 times NH3 5 times ഉണ്ട്. ഇതിലല്ലേ വ്യത്യാസം NO2 ആൻഡ് ONO. അതായത് NO2 ഒരു ആംബിഡെൻഡേറ്റ് ലിഗാൻഡ് ആയതുകൊണ്ട് അത് കണക്ട് ചെയ്യുന്ന രീതി അനുസരിച്ച് നമുക്ക് 2 ടൈപ്പ് ഓഫ് കോമ്പൗണ്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. സോ കണക്ട് ചെയ്യുന്ന രീതി മാറിയുകൊണ്ട് തന്നെ ദിസ് ഇസ് ലിങ്കേജ് ഐസോമറിസം. അപ്പോൾ ആംബിഡെൻഡേറ്റ് ലിഗാൻഡ് ആണെങ്കിൽ അത് കാണിക്കുന്ന ഐസോമറിസം എന്ന് പറയുന്നത് ലിങ്കേജ് ഐസോമറിസം ആണ്. ഓപ്ഷൻ ബി. ഇനി ഗിവൺ ബിലോ ആർ 2 സ്റ്റേറ്റ്മെൻറ്റ് ലേബിൾഡ് ആസ് അസേർഷൻ ആൻഡ് റീസൺ. അപ്പോൾ അസേർഷൻ പറഞ്ഞിരിക്കുന്നത് FF ബോണ്ട് ഇൻ F2 മോളിക്യൂൾ ഇസ് വീക്ക്. നമുക്കറിയാം FF ബോണ്ട് ഇൻ F2 മോളിക്യൂൾ എന്ന് പറയുന്നത് വീക്കാണ്. അടുത്ത് F ആറ്റം ഇസ് സ്മോൾ ഇൻ സൈസ് C. പിന്നെ ഇവിടെ ഈ F ആറ്റത്തിൻ്റെ സൈസ് വളരെ സ്മോൾ ആയതുകൊണ്ട് ഇതിൻ്റെ ഇലക്ട്രോൺ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഹൈ ആയിട്ട് ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അതിൻ്റെ സൈസ് കുറവായതുകൊണ്ട് ഇതിൻ്റെ ബോണ്ട് ലെങ്ത്തും കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പോൾ ബോണ്ട് ലെങ്ത്ത് കുറവായിട്ടുള്ള ഈ ആറ്റംസ് രണ്ടും അടുത്തേക്ക് വരുന്ന സമയത്ത് അവിടെ ഹൈ ആയിട്ടുള്ള റിപ്പൽഷൻ ഉണ്ട്. അങ്ങനെ റിപ്പൽഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഈ ബോണ്ട് സ്ട്രെങ്ത് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അപ്പോൾ സ്മോൾ സൈസ് ആയതുകൊണ്ടാണ് ഇത് വളരെ അടുത്തേക്ക് വരുന്നത്, അതുകൊണ്ടാണ് റിപ്പൽഷൻ വരുന്നത്, അതുകൊണ്ടാണ് അതിൻ്റെ ബോണ്ട് സ്ട്രെങ്ത് എന്ന് പറയുന്നത് വീക്ക് ആവുന്നത്. അപ്പോൾ FF ബോണ്ട് ഇൻ F2 മോളിക്യൂൾ ഇസ് വീക്ക് കറക്റ്റാണ്. F ആറ്റം ഇസ് സ്മോൾ ഇൻ സൈസ് ഇതും കറക്റ്റാണ്. അപ്പോൾ അസേർഷൻ ആൻഡ് റീസൺ ബോത്ത് ആർ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് റീസൺ ഇസ് കറക്റ്റ് എക്സ്പ്ലനേഷൻ ഫോർ ദി അസേർഷൻ. ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് ഇൻ gaseous species of Mn3+, Cr3+, V3+ respectively are. നമുക്കറിയാം Mn എന്ന് പറയുമ്പോൾ 25 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 3d5 ആൻഡ് 4s2. Mn3+ എന്ന് പറയുമ്പോൾ 3 ഇലക്ട്രോൺ ലൂസ് ചെയ്തു, അത് 3d4 ആയിട്ട് മാറി. നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് ഈക്വൽ ടു 3 ആണ് വരിക. ഇനി എന്താ പറയുന്നത് Cr3+. Cr നമുക്കറിയാം 24 ആണ്. കോൺഫിഗറേഷൻ വരിക 3d5 4s1 ആണ്. ഓക്കെ, അപ്പോൾ Cr3+ എന്ന് പറയുമ്പോൾ അത് 3d3 ആണ്. നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് ഈക്വൽ ടു 3 ആണ്. ഇനി വനേഡിയം. ഓക്കെ, അപ്പോൾ വനേഡിയം എന്ന് പറയുന്നത് 23 ആണ്. 23 എന്ന് പറയുമ്പോൾ 3d3 ആൻഡ് 4s2. 3+ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കോൺഫിഗറേഷൻ വരിക ദാറ്റ് ഈസ് എന്താണ് വനേഡിയം 3+ എന്ന് പറയുമ്പോൾ ഇവിടുന്ന് 2 ഇവിടുന്ന് 1 പോയി, ദാറ്റ് ഈസ് ഈക്വൽ ടു 3d2 ആണ്. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് ഈക്വൽ ടു 2 ആണ് വരിക. ഓക്കെ, ഇവിടെ ഞാൻ പറയുമ്പോൾ ഒരു ചെറിയ മിസ്റ്റേക്ക്, നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് 3 അല്ല, ഇവിടെ നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് 4 ആണ്. 3d4 എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് 4 ആയിരിക്കുമല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 432 ആണ്. 432 ഓപ്ഷൻ സി അല്ലേ വരിക. 28 ഓപ്ഷൻ സി. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ടു ഒബ്റ്റെയിൻ മെറ്റൽസ് ഫ്രം Cr2O3 ദ മെത്തഡ് യൂസ്ഡ് ഇസ്. ഈ ക്രോമിയം അല്ലെങ്കിൽ മാംഗനീസ് പോലെയുള്ള മെറ്റലിൻ്റെ ഓക്സൈഡിനെ അല്ലെങ്കിൽ മെറ്റലിൻ്റെ ഓക്സൈഡിന് മെറ്റൽ ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക, ഇതിൻ്റെ ഓക്സൈഡ്സിനെ നമ്മൾ അലൂമിനമായിട്ട് ചേർത്തിട്ട് ഹീറ്റ് ചെയ്തിട്ട് അവിടെ മെറ്റൽ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക ചെയ്യുക. ആ ടൈപ്പ് ഓഫ് റിയാക്ഷനെ നമ്മൾ അലൂമിനോ തെർമിക് റിഡക്ഷൻ എന്നാണ് വിളിക്കുക. അപ്പോൾ ഈ ഒരു മെറ്റൽസിൻ്റെ ഓക്സൈഡ് ആണെങ്കിൽ നമുക്ക് അലൂമിനോ തെർമിക് റിഡക്ഷൻ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. സോ Cr2O3 ദാറ്റ് ഇസ് ക്രോമിയത്തിൻ്റെ ഓക്സൈഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആൻസർ ഓപ്ഷൻ ബി ആണ് വരിക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഹാപ്പൻസ് വെൻ പൊട്ടാസ്യം അയോഡൈഡ് റിയാക്ട് വിത്ത് ആസിഡിക് സൊല്യൂഷൻ ഓഫ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ്. അപ്പോൾ പൊട്ടാസ്യം അയോഡൈഡ് എന്ന് പറയുമ്പോൾ Ki ആണ്. ഇത് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് എന്ന് പറയുമ്പോൾ K2Cr2O7. ഓക്കെ, H2SO4 മീഡിയത്തിലാണ് റിയാക്ഷൻ നടക്കുക എപ്പോഴും. K2Cr2O7 പൊട്ടാസ്യം ഡൈക്രോമേറ്റിൻ്റെ റിയാക്ഷൻ. ഇത് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ K എന്ന് പറയുന്നത് K2SO4 ആയിട്ട് മാറും. ഓക്കെ, ക്രോമിയം എന്ന് പറയുന്നത് ക്രോമിയം സൾഫേറ്റ് ആയിട്ട് മാറും, ദാറ്റ് ഇസ് Cr2SO4 ത്രൈസ് ആയിട്ട് മാറുക ചെയ്യുക. അതുപോലെ തന്നെ ഇതിനകത്തുള്ള I- എന്ന് പറയുന്നത് അയോഡിനായിട്ട് അവിടെ മാറണം, അയോഡിൻ ലിബറേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അയോഡിൻ ലിബറേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ പൊട്ടാസ്യം സൾഫേറ്റ് ഫോം ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ക്രോമിയം സൾഫേറ്റ് ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ആൻസർ ഓൾ ഓഫ് ദീസ് ആണ്, ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് എ ഡയാമാഗ്നറ്റിക് അയോൺ? കൊബാൾട്ട് 2+. ഡയാമാഗ്നറ്റിക് എന്ന് പറഞ്ഞാൽ ദർ വിൽ ബി നോ അൺപെയർഡ് ഇലക്ട്രോൺ. അപ്പോൾ കൊബാൾട്ട് 2+ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കൊബാൾട്ട് എന്ന് പറഞ്ഞാൽ 27 ആണ്. കോൺഫിഗറേഷൻ വരും 3d7 4s2. ഓക്കെ, അപ്പോൾ 2+ എന്ന് പറയുമ്പോൾ ഇവിടുന്ന് 2 ഇലക്ട്രോൺ റിലീസ് അപ്പോൾ 3d7 അൺപെയർഡ് ഇലക്ട്രോൺസ് പ്രസൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് ഡയാമാഗ്നറ്റിക് അല്ല.
Ni2+, Ni28 ആണ്. ഓക്കെ, 28 എന്ന് പറയുമ്പോൾ അവിടെ 3d8 ആൻഡ് 4s2 ആണ്. അപ്പോൾ 2+ ഇവിടുന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ മീൻസ് 2 ഇലക്ട്രോൺ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ 3d8 ആണ്. 3d8 നമുക്കറിയാം ദർ വിൽ ബി അൺപെയർഡ് ഇലക്ട്രോൺ പ്രസൻറ്റ്. ഇനി അടുത്തത് Cu2+ ആണ്. ഓക്കെ, Cu2+. Cu എന്ന് പറഞ്ഞാൽ 29 ആണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 3d10 ആൻഡ് 4s1 ആണ്. ഓക്കെ, അപ്പോൾ Cu2+ ആണെങ്കിൽ അത് 3d9 ആണ്. ദർ വിൽ ബി അൺപെയർഡ് ഇലക്ട്രോൺ. ആൻഡ് ലാസ്റ്റ് Zn2+. Zn നമുക്കറിയാം, Zn എന്ന് പറയുന്നത് 30 ആണ്. ദാറ്റ് ഇസ് 3d10 ആൻഡ് 4s2. അപ്പോൾ 2+ എന്ന് പറയുമ്പോൾ 2 ഇലക്ട്രോൺ ലൂസ് ചെയ്തു. അപ്പോൾ 3d10 ആണ്. ദർ വിൽ ബി നോ അൺപെയർഡ് ഇലക്ട്രോൺ. ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മീഥൈൽ കീറ്റോൺ ഈസ് ഐഡൻറ്റിഫൈഡ് ബൈ ദി റിയേജൻറ്റ്. മീഥൈൽ കീറ്റോൺ എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം CH3COR എന്ന് പറയുന്ന ഫോമാണ് നമ്മൾ മീഥൈൽ കീറ്റോൺ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിതിനെ ട്രീറ്റ് ചെയ്യുന്നത് ഇപ്പോൾ I2 and KOH എന്ന് പറയുമ്പോൾ ശരിക്കും അയോഡോഫോം ടെസ്റ്റ് ആണ്. അപ്പോൾ ഇതിന് അയോഡോഫോം ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ ദാറ്റ് ഇസ് I2 ആൻഡ് OH- അയോഡോഫോം ടെസ്റ്റ് നടത്തി കഴിഞ്ഞാൽ ഈ പാർട്ടാണ് അയോഡോഫോം ആയിട്ട് മാറുന്നത്. ആ പാർട്ട് എന്ന് പറഞ്ഞാൽ CH3 ആയിട്ട് മാറും. ബാക്കിയുള്ളത് കാർബോക്സിലേറ്റ് അയൺ ആയിട്ട് മാറും, RCOO- ആയിട്ട് മാറും. ഇത് ഒരു യെല്ലോ പ്രിസിപ്പിറ്റേറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതാണ് ഇതിൻ്റെ അയോഡോഫോം ടെസ്റ്റ്. അപ്പോൾ ഇങ്ങനൊരു പാർട്ട് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അയോഡോഫോം ടെസ്റ്റ് ഉപയോഗിക്കാം. അപ്പോൾ ഓപ്ഷൻ ബി ആണ് അയോഡോഫോം ടെസ്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട്സ് ഇസ് ഓക്സിഡൈസ് ടു പ്രിപ്പയർ മീഥൈൽ ഈഥൈൽ കീറ്റോൺ? അപ്പോൾ നമുക്ക് വേണ്ടൊരു കീറ്റോൺ ആണ്. അപ്പോൾ കീറ്റോണിനെ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് എപ്പോഴും സെക്കൻഡറി ആൽക്കഹോളാണ്. ബ്യൂട്ടാനോൾ എന്ന് പറയുന്നത് ബ്യൂട്ടൻ 1 ആയിട്ട് വിചാരിക്കാം. സെക്കൻഡറി ആൽക്കഹോളല്ല, അപ്പോൾ നോക്കേണ്ട ആവശ്യമില്ല. ടേർട്ട് ബ്യൂട്ടൈൽ ആൽക്കഹോൾ ടെർഷ്യറി ആൽക്കഹോളാണ്, അതിനെ നോക്കേണ്ട ആവശ്യമില്ല. പ്രൊപ്പാൻ-2-ഓൾ നമുക്ക് നോക്കാം. പ്രൊപ്പാൻ-2-ഓൾ ദാറ്റ് ഇസ് CH3CHOH-CH3. നമ്മളിതിനെ ഓക്സിഡൈസ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? ഈ ഡീഹൈഡ്രജനേഷൻ ആണ്, ഹൈഡ്രജൻ റിമൂവ് ചെയ്യുന്നതായിട്ട് വിചാരിക്കാം. വി വിൽ ഗെറ്റ് CH3C ഡബിൾ ബോണ്ടോ CH3 ആണ്, വിച്ച് ഈസ് നോട്ട് മീഥൈൽ ഈഥൈൽ കീറ്റോൺ. ഇനി നമുക്ക് നോക്കാം അടുത്തത്. ഇവിടെ ബ്യൂട്ടാൻ-2-ഓൾ ആണ്. അപ്പോൾ CH3COH-CH2CH3 ഇതാണല്ലോ ബ്യൂട്ടാൻ-2-ഓൾ. ഇവിടുന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് CH3C ഡബിൾ ബോണ്ടോ CH2CH3. ഓക്കെ, ദാറ്റ് ഇസ് മീഥൈൽ ഈഥൈൽ കീറ്റോൺ. ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് അമംഗ് ദി ഫോളോയിങ് ഇസ് എ നാച്ചുറൽ പോളിമർ? അപ്പോൾ ഇതിലേതാണ് നാച്ചുറൽ പോളിമർ? സെല്ലുലോസ് ഒരു നാച്ചുറൽ പോളിമർ ആണ്. PVC നാച്ചുറൽ പോളിമർ അല്ല, ടെഫ്ലോൺ അല്ല, പോളിയെത്തിലീൻ ഇതൊന്നും നാച്ചുറൽ പോളിമർ അല്ല. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് എ ആണ്. വെൻ എ സൊല്യൂഷൻ ഓഫ് HCHO ആൻഡ് KOH ഇസ് ഹീറ്റഡ് ഇറ്റ് വിൽ ഗിവ് ഒരു HCHO എന്ന് പറയുമ്പോൾ നമ്മൾ ആൽഡിഹൈഡ് ഹാവിങ് നോ ആൽഫ H. ഇങ്ങനെ ആൽഫ H ഇല്ലാത്ത ആൽഡിഹൈഡ് നമ്മൾ കോൺസെൻട്രേറ്റഡ് ആൽക്കലി ദാറ്റ് ഇസ് എക്സാമ്പിൾ 50% KOH ആയിട്ട് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നടക്കുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ ആണ്. അതായത് ഇതിന് ഓക്സിഡേഷനും അതുപോലെ തന്നെ റിഡക്ഷനും നടക്കും. ഇതിന് ഓക്സിഡേഷൻ നടന്നാൽ ഇത് HCOO- ആയിട്ടും റിഡക്ഷൻ നടന്നാൽ ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൽക്കഹോൾ ദാറ്റ് ഇസ് CH3OH ആയിട്ട് മാറും. സോ ഓക്സിഡേഷൻ നടന്നിട്ട് ഇതായിട്ട് മാറി, റിഡക്ഷൻ നടന്നിട്ട് ഇതായിട്ട് മാറി. ഓക്കെ, ഇതൊരു ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ ആണ്, വിച്ച് ഇസ് നോൺ ആസ് കാനിസാറോ റിയാക്ഷൻ. അപ്പോൾ നമുക്ക് ഓപ്ഷൻ നോക്കാം. അസറ്റിലീൻ അല്ല, മീഥേൻ അല്ല. മെത്തനോൾ ആൻഡ് പൊട്ടാസ്യം ഫോർമേറ്റ്. ഓക്കെ, മെത്തനോള് കിട്ടിയിട്ടുണ്ട്. ഈ HCO- എന്ന് പറയുന്ന ഫോർമേറ്റ് ആണ്. അപ്പോൾ അതിൻ്റെ K+ ആയതുകൊണ്ട് അതിനെ സ്റ്റെബിലൈസ് ചെയ്യും. അപ്പോൾ നമുക്ക് പൊട്ടാസ്യം ഫോർമേറ്റ് കറക്റ്റ് ഓപ്ഷനാണ്. അപ്പോൾ ബി ഓപ്ഷനാണ് നമ്മുടെ ആൻസർ. ദാറ്റ് ഈസ് മെത്തനോൾ ആൻഡ് പൊട്ടാസ്യം ഫോർമേറ്റ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ദ റിയാക്ഷൻ ഓഫ് ബെൻസൈൽ ക്ലോറൈഡ് വിത്ത് സോഡിയം സയനൈഡ് ഫോളോഡ് ബൈ ദി റിഡക്ഷൻ വിത്ത് ഹൈഡ്രജൻ ഇൻ പ്രസൻസ് ഓഫ് നിക്കൽ കാറ്റലിസ്റ്റ് ഗിവ്സ്. അപ്പോൾ ബെൻസൈൽ ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? ബെൻസൈൽ ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ CH2Cl. ഓക്കെ, ബെൻസീൻ CH2Cl ട്രീറ്റ് ചെയ്യുന്നത് NaCN എന്ന് പറയുമ്പോൾ അവിടെ Na+ഉം Cn- ആണ്. Cn- വന്നിട്ട് അറ്റാക്ക് ചെയ്യും, SN2 അറ്റാക്ക് ആയിരിക്കും, അവിടുന്ന് Cl റിമൂവ് ചെയ്യും. അങ്ങനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കിട്ടുക CH2Cn ആണ്. C എന്ന് പറയുമ്പോൾ C ട്രിപ്പിൾ ബോണ്ട് N ആണ്. ഇനി എന്താ ചെയ്യുന്നത്? ഇതിന് റിഡക്ഷൻ ആണ്. ഓക്കെ, ഇതിന് റിഡക്ഷൻ ഹൈഡ്രജൻ വെച്ചിട്ട് റിഡക്ഷൻ ചെയ്യുമ്പോൾ ട്രിപ്പിൾ ബോണ്ട് ബ്രേക്ക് ആയിട്ട് ഡബിൾ പിന്നെ സിംഗിൾ ആവും. അപ്പോൾ നമുക്ക് ഫൈനലി എന്താ കിട്ടുക? ബെൻസീൻ അവിടെ തന്നെ ഉണ്ടാവും. ഇത് CH2, ഇത് CH2 ആവും, ആൻഡ് ഇത് NH2 ആയിട്ട് മാറും. ഓക്കെ, ഈ ഒരു ടൈപ്പ് ഓഫ് അമൈൻ ആണ്. അപ്പോൾ ബീറ്റ ഫീനൈൽ ഈഥൈൽ അമൈനിൽ കിട്ടുക. ദിസ് ഇസ് ഈഥൈൽ അമൈൻ. പിന്നെ ആൽഫ ബീറ്റ പൊസിഷനിൽ ഫീനൈൽ വരുമ്പോൾ ബീറ്റ ഫീനൈൽ
ഈഥൈലമീൻ. ഓക്കെ അപ്പോൾ ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമുക്കൊരു ഈതർ തന്നിട്ടുണ്ട്. വെൻ ഹീറ്റഡ് വിത്ത് HI. ഓക്കെ, ഇത് കൺസിഡർ ചെയ്യേണ്ട വിട്ടേക്ക്, അതവിടെ ചെറിയ എററാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ വരക്കാം. HI ആയിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, ഈ HI H+ന് ഡെലിവർ ചെയ്യും. ഈ H+ന് ഓക്സിജൻ മേടിക്കും. അപ്പോൾ ലോൺ പെയറിനെ വെച്ചിട്ട് ഈ ഓക്സിജൻ അങ്ങ് ആക്സെപ്റ്റ് ചെയ്യും. അങ്ങനെ ഓക്സിജൻ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇവിടെ ഓക്സിജൻ പ്ലസ് ചാർജ് ആവും, ഇവിടെ CH2, ഇവിടെ ബെൻസീൻ ഉണ്ടാവും. ഇനി അടുത്തത് ഈ I- വന്നിട്ട് ഇതിനെ അറ്റാക്ക് ചെയ്യണം. ഇവിടെ ഓക്സിജൻ പ്ലസ് ചാർജ് ഉള്ളതുകൊണ്ട് ഈ കാർബണായാലും അവിടെ നിന്നൊക്കെ ഓക്സിജൻ ഇലക്ട്രോണിനെ വിഡ്രോ ചെയ്യും. സ്ട്രോങ് -I കാണിക്കും. അപ്പോൾ ഇവിടെയും പോസിറ്റീവ് ചാർജ് ഉണ്ട്, ഇവിടെയും പോസിറ്റീവ് ചാർജ് ഉണ്ടാകും. അങ്ങനെ ഈ പോസിറ്റീവ് ചാർജ്, പാർഷ്യൽ പോസിറ്റീവ് ചാർജ് ഈ I- അറ്റാക്ക് ഇൻവൈറ്റ് ചെയ്യും. ഇവിടെ അറ്റാക്ക് ചെയ്യാം, ഇവിടെ അറ്റാക്ക് ചെയ്യാം. പക്ഷേ ഇവിടെ അറ്റാക്ക് ചെയ്യില്ല. കാരണം ഇവിടെ അറ്റാക്ക് ചെയ്താൽ ഈ ബോണ്ട് ബ്രേക്ക് ആവും, ഇവിടെ അറ്റാക്ക് ചെയ്താൽ ഈ ബോണ്ട് ബ്രേക്ക് ആവും. പക്ഷേ ഓക്സിജൻ ബെൻസീൻ റിംഗ് ബോണ്ട് എളുപ്പത്തിൽ ബ്രേക്ക് ആവില്ല. കാരണം അവിടെ പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടറിലുണ്ട്. അപ്പോൾ ഇവിടെ അറ്റാക്ക് ചെയ്തിട്ട് കാര്യമില്ല, കാരണം ഈ ബോണ്ട് ബ്രേക്ക് ആവില്ല. അപ്പോൾ ഈ I- വന്നിട്ട് ഇവിടെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഈ ബോണ്ട് ബ്രേക്ക് ആവും. ഈ ബോണ്ട് ബ്രേക്ക് ചെയ്താൽ നമുക്ക് ഒന്ന് കിട്ടുന്നത് ഫീനോളായിരിക്കും. ഇത് ഫീനോളായിട്ട് മാറും. ബാക്കിയുള്ളത് ഇത് ബെൻസൈൽ അയോഡൈഡ് ആയിട്ടാണ് മാറുക. ഇറ്റ് വിൽ ബിക്കം CH2I. ഓക്കെ, അപ്പോൾ നമുക്ക് CH2I ആൻസർ കിട്ടി. ഓക്കെ, ഫീനോൾ പിന്നെ ക്വസ്റ്റ്യൻ അതിനകത്ത് കൊടുത്തിട്ടില്ല, ഓപ്ഷന് കൊടുത്തിട്ടില്ല. ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വൺ ഇസ് മാക്സിമം ബേസിക് ഇൻ ദി ഫോളോയിങ് കോമ്പൗണ്ട്സ്? NH3 ഉണ്ട്, അമോണിയ ഉണ്ട്. പിന്നെ B എന്ന് പറയുന്നത് പ്രൈമറി അമൈനാണ്. C എന്ന് പറയുന്നത് ഒരു സെക്കൻഡറി അമൈനാണ്. D എന്ന് പറയുന്നത് ഒരു ടേഴ്സറി അമൈനാണ്. പക്ഷെ അത് കംപ്ലീറ്റ് ആയിട്ട് അലിഫാറ്റിക്കൽ അവിടെ ഒരു ആരോമാറ്റിക് റിങ്ങും പ്രസൻ്റ് ആയിട്ടുണ്ട്. നമുക്ക് നോർമൽ കേസിൽ ഏറ്റവും കൂടുതൽ ബേസിക് സെക്കൻഡറി ആണ്, പിന്നെ ടേഴ്സറി ആണ്, പിന്നെ പ്രൈമറി ആണ്, പിന്നെ അമോണിയ ആണ്. ഇത് വരുന്നത് അക്വസ് മീഡിയത്തിലാണ്. ഒന്നും പറഞ്ഞില്ലെങ്കിൽ നമ്മൾ അക്വസ് മീഡിയ ആണ് കൺസിഡർ ചെയ്യേണ്ടത്. ഗ്യാഷ്യസ് സ്റ്റേറ്റിൽ നിന്ന് മാത്രം പറഞ്ഞാൽ ഓർഡറിൽ ചെറിയ വ്യത്യാസമുണ്ട്. ദിസ് ഇസ് ഓൺലി ഫോർ ഗ്യാഷ്യസ് സ്റ്റേറ്റ്. അവിടെ ടേഴ്സറി, പിന്നെ സെക്കൻഡറി, പിന്നെ പ്രൈമറി, പിന്നെ അമോണിയ ഏറ്റവും ലീസ്റ്റ്. ദിസ് ഇസ് ഓൺലി ഫോർ ഗ്യാഷ്യസ് സ്റ്റേറ്റ്. ഒന്നും പറഞ്ഞില്ലെങ്കിലും അക്വസ് മീഡിയ എന്ന് പറഞ്ഞാലും നമ്മൾ ഈ ഒരു ഓർഡറാണ് ജനറലായിട്ട് ഫോളോ ചെയ്യുന്നത്. പിന്നെ അടുത്ത കാര്യം, എല്ലാ ഗ്രൂപ്പും CH3 ആണെങ്കിൽ ഇവിടെ ഈ ഓപ്ഷൻ എടുക്കാൻ പറ്റില്ല. ബാക്കി എല്ലാ ഗ്രൂപ്പും CH3 ആണെങ്കിൽ ഓർഡറിൽ ചെറിയ വ്യത്യാസമുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ സെക്കൻഡറി, പിന്നെ പ്രൈമറി, പിന്നെ ടേഴ്സറി, പിന്നെ അമോണിയ. ഓക്കെ, ഇവിടെ ഈ ടേഴ്സറിയിൽ ഒരു ചെറിയ കുഴപ്പമുണ്ട്. അവിടെ ആരോമാറ്റിക് പാർട്ട് പ്രസൻ്റ് ആയിട്ടുണ്ട്. ആരോമാറ്റിക് അമൈൻസിൻ്റെ പ്രത്യേകത അതിൻ്റെ ബേസിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ആലിഫാറ്റിക് അമൈനേക്കാളും കുറവാണ്. അപ്പോൾ ഒരു ആരോമാറ്റിക് പാർട്ട് വന്നാൽ ബേസിക് സ്ട്രെങ്ത് കുറയുക ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഏറ്റവും കുറവായിരിക്കും. അപ്പോൾ നമ്മളിവിടെ മാക്സിമം ബേസിക് ക്യാരക്ടർ വ്യത്യാസമില്ല, എപ്പോഴും സെക്കൻഡറിക്കാണ്. അപ്പോൾ ഓപ്ഷൻ C ആണ് ആൻസർ വരും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഈസ് ദി മെയിൻ സ്റ്റോറേജ് പോളിസാക്കറൈഡ് ഓഫ് പ്ലാന്റ്സിൻ്റെ എന്താണ് സ്റ്റോറേജ് എന്ന് പറയുന്നത്? പോളിസാക്കറൈഡ്സിൻ്റെ സ്റ്റോറേജ് എന്ന് പറയുന്നത് സ്റ്റാർച്ചാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. ഇനി കാർബോണിൽ ഗ്രൂപ്പ്സ് അണ്ടർഗോ. കാർബോണിൽ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺ. അവിടെ C ഡബിൾ ബോണ്ട് O എന്ന് പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് കാർബൺ പ്രസൻ്റ് ആയിട്ടുണ്ടാവും. ഇവിടെ കാർബൺ ഓക്സിജൻ ബോണ്ട് എന്ന് പറയുന്നത് പോളാർ ഇൻ നേച്ചറാണ്. കാരണം ഓക്സിജൻ ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് കാർബണിൻ്റെ ഇലക്ട്രോ നെഗറ്റിവിറ്റിനേക്കാളും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ ബോണ്ടഡ് പെയർ ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഓക്സിജൻ്റെ ഭാഗത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഓക്സിജന് ഒരു പാർഷ്യലായിട്ടുള്ള നെഗറ്റീവ് ചാർജും കാർബണിന് പാർഷ്യലായിട്ടുള്ള പോസിറ്റീവ് ചാർജും വരും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ന്യൂക്ലിയോഫയലിന് ഈ പറയുന്ന കാർബണിനെ അറ്റാക്ക് ചെയ്യാൻ ടെൻഡൻസി എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. ന്യൂക്ലിയോഫയൽ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യും, ഓക്സിജൻ്റെ ഭാഗത്തേക്ക് പോകും. ഇതാണ് ഇതിൻ്റെ റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പ്. അങ്ങനെ റേറ്റ് ഡിറ്റർമിനിങ് സ്റ്റെപ്പിൽ ന്യൂക്ലിയോഫയൽ ആഡ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റിസൾട്ടായിട്ട് ഇത് O- ഇത് Nu വരും. പിന്നെ അടുത്ത സ്റ്റെപ്പിൽ നോർമലി H+ ആയിരിക്കും ഇലക്ട്രോഫയൽ, അത് വന്നിട്ട് ആഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷനാൽ അവിടെ ഇലക്ട്രോഫയലും ആഡ് ചെയ്യണം, ഒരാൾ മാത്രം ആഡ് ചെയ്യില്ല. അപ്പോൾ OH ഇത് ന്യൂക്ലിയോഫയലുമായിട്ട് മാറും. സോ കാർബോണിൽ ഗ്രൂപ്പ് നോർമലി അണ്ടർഗോ ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ ആണ്, ഇലക്ട്രോഫിലിക് അഡീഷൻ റിയാക്ഷൻ അല്ല. കാർബൺ ഡബിൾ ബോണ്ട് ആണ് നോർമലി ഇലക്ട്രോഫിലിക് അഡീഷൻ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ടിഞ്ചർ അയോഡിനസ്. ഈ ടിഞ്ചർ അയോഡിൻ എന്ന് പറയുന്നത് ആൽക്കഹോളിക് സൊല്യൂഷൻ ഓഫ് അയോഡിൻ ആണ്. ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദി ഫോളോയിങ് സീക്വൻസ് ഓഫ് റിയാക്ഷൻ
ഫസ്റ്റ് എന്താ ഉള്ളത്, CH3Br അത് KCN ആയിട്ട് ട്രീറ്റ് ചെയ്യും. അപ്പോൾ ഈ CN മൈനസ് വന്നിട്ട് BR റീപ്ലേസ് ചെയ്യാൻ നമുക്ക് പ്രോഡക്റ്റ് ഫോം ചെയ്യുക CH3CN ആയിരിക്കും. ഓക്കെ, ഇനി CN ഹൈഡ്രോളിസിസ് നടക്കും. CN ഹൈഡ്രോളിസിസ് നടക്കുമ്പോൾ അറിയാം നമുക്കിത് കാർബോക്സിലിക് ആസിഡ് ആയിട്ടാണ് മാറുക. ഇറ്റ് വിൽ ബിക്കം CH3COOH. ഇനി കാർബോക്സിലിക് ആസിഡിനെ നമ്മൾ ലിഥിയം അലൂമിനം ഹൈഡ്രൈഡ് വെച്ചിട്ട് റെഡ്യൂസ് ചെയ്യുകയാണ്. ഈ ലിഥിയം അലൂമിനം ഹൈഡ്രൈഡ് വെച്ചിട്ട് റെഡ്യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഇതും രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഹൈഡ്രോളിസിസ് എന്തായാലും ഉണ്ടാവും, H3O+. ഓക്കെ, അപ്പോൾ ഇത് എന്തായിട്ട് മാറുക ചെയ്യുക, ഇത് നമുക്കറിയാം ആൽക്കഹോളായിട്ട് മാറും, കറസ്പോണ്ടിങ് ആൽക്കഹോൾ. അപ്പോൾ CH3CH2OH ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഈഥൈൽ ആൽക്കഹോളാണ് നമുക്ക് പ്രോഡക്റ്റ് വരിക. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദി റിയാക്ഷൻ ഗിവൺ ബിലോ എക്സിസ് നിയോപെൻറ്റൈൽ ആൽക്കഹോൾ. ഓക്കെ, എല്ലാം ഈനിലായതുകൊണ്ട് ദിസ് ഈസ് കോൺസെൻട്രേറ്റഡ് H2SO4 ആയിരിക്കും എന്ന് വിചാരിക്കാം, ഡീഹൈഡ്രേഷൻ ആയതുകൊണ്ട്. നിയോപെൻറ്റൈൽ ആൽക്കഹോൾ, ദിസ് നിയോപെൻറ്റൈൽ ആൽക്കഹോൾ. ഓക്കെ, കോൺസെൻട്രേറ്റഡ് H2SO4 ആണെന്ന് വിചാരിക്കാം, അവിടെ H+ൻ്റെ പ്രസൻസ് ഉണ്ടാവും. ഫസ്റ്റ് എന്താ ചെയ്യുക, പ്രോട്ടോണേഷനാണ്. ഈ OH ലോൺ പെയറിനെ ആക്സെപ്റ്റ് ചെയ്യും, എന്നിട്ട് ഇവിടുന്ന് വാട്ടർ എലിമിനേറ്റ് ചെയ്യും. ഞാൻ ഒരുമിച്ച് എഴുതാണ്, പ്രോട്ടോണേഷനും എലിമിനേഷനും ഓഫ് വാട്ടർ. കാർബോകാറ്റോൺ ഫോം ചെയ്യും. നമ്മളിതിനെ വിളിക്കുക E1 ഓഫ് ആൽക്കഹോളാണ്, ആൽക്കഹോളിൻ്റെ E1 മെക്കാനിസം ആണ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാർബോകാറ്റോൺ ഫോം ചെയ്തു. ഇതാണ് കാർബോകാറ്റോൺ. നോർമലി കാർബോകാറ്റോൺ ഫോം ചെയ്താൽ അവിടെ റീഅറേഞ്ച്മെൻറ്റുള്ള പോസിബിലിറ്റി ഉണ്ടെങ്കിൽ അത് റീഅറേഞ്ച് ചെയ്യും. അപ്പോൾ റീഅറേഞ്ച് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിതിനെ 2 എന്ന് മാർക്ക് ചെയ്തു, ഇതിനെ 1 എന്ന് മാർക്ക് ചെയ്തു. 1 എന്ന് 2ലേക്ക് CH3- ഷിഫ്റ്റാണ് നടക്കുക. ഓക്കെ, 1 to CH3- ഷിഫ്റ്റ്. മക്കളെ അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ഫോം ചെയ്യാം, ഇത് CH3, ഇത് CH3, ഇവിടെ പ്ലസ് ചാർജ് വരും, ഈ CH3 ഇവിടത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും, അത് CH2CH3 ആയിട്ട് മാറും. ഇനി നെക്സ്റ്റ് നടക്കേണ്ടത് HSO4, ബാക്കിയുള്ള H2SO4ൽ H+ പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള HSO4-. ഇത് ഒരു ബേസ് ആയിട്ട് ആക്ട് ചെയ്യും. ഈ പ്ലസ് ചാർജ് ഉള്ള കാർബണിൻ്റെ തൊട്ടടുത്ത കാർബണിന് ഡബിൾ ബോണ്ടിനെ ഹൈഡ്രജനെ റിമൂവ് ചെയ്യും, H+നെ റിമൂവ് ചെയ്യും, എന്നിട്ട് അതിൻ്റെ ഇടയിൽ ഡബിൾ ബോണ്ട് ഫോം ചെയ്യും. അപ്പോൾ HSO4- പ്ലസ് ചാർജുള്ള കാർബണിൻ്റെ തൊട്ടടുത്ത് ഇവിടുന്നോ H+നെ റിമൂവ് ചെയ്തിട്ട് ആ രണ്ട് കാർബണിൻ്റെ ഇടയിൽ ഡബിൾ ബോണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്യും. ഇതിൽ ഏതാ ഇവിടുന്ന് റിമൂവ് ചെയ്യുക, ഇവിടുന്ന് റിമൂവ് ചെയ്യുക. ഇവിടുന്ന് റിമൂവ് ചെയ്താൽ ഒരു പ്രൊഡക്റ്റ് കിട്ടും, ഇവിടുന്ന് റിമൂവ് ചെയ്താൽ വേറൊരു പ്രൊഡക്റ്റ്. അപ്പോൾ എവിടുന്ന് റിമൂവ് ചെയ്തിട്ടാണ് നമുക്ക് മേജർ പ്രൊഡക്റ്റ് കിട്ടുക എന്നുള്ളത് തീരുമാനിക്കാൻ വേണ്ടി നമ്മൾ സെയിൻസ് ഓഫ് റൂൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ സെയിൻസ് ഓഫ് റൂൾ എന്താ പറയുന്നത്, ഇതിലേതാണ് മോർ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആൽക്കീൻ അതായിരിക്കും ഇതിൻ്റെ മേജർ പ്രൊഡക്റ്റ്. അപ്പോൾ ഞാൻ ഈ 2 ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റ് എഴുതാണ്. ഇവിടുന്ന് പോയാൽ അതുവരെ CH2 ഡബിൾ ബോണ്ട് C, CH3, CH2, CH3. ഓക്കെ, പ്ലസ് ഇവിടുന്ന് പോയാൽ അത് ഫോം ചെയ്യാം CH3 C, CH3 ഡബിൾ ബോണ്ട് CH3. ഓക്കെ, ഇതിലെ മേജർ പ്രൊഡക്റ്റ് പറയാൻ മോസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടഡ്. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് 2 ആൽക്കൈൽ ഗ്രൂപ്പ്, ഈ ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ എണ്ണമാണ് ഇതിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാം. ശരിക്ക് ഈ ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ എണ്ണം അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൂടുതലാകുമ്പോൾ ഇതിൻ്റെ ആൽഫ H കൂടുന്ന, ആൽഫ H എന്ന് പറയുന്നത് ഹൈപ്പർ കോൺജുഗബിൾ H. ഇവിടെ 2, ഇവിടെ 3, 5 എണ്ണമാണ്. ഇതിൻ്റെ ആൽഫ H എടുത്താൽ ഇതിൻ്റെ ആൽഫ H അവിടെ 3, 3, 6, 3, 9 ആൽഫ H. മോർ ആൽഫ H മീൻസ് മോർ സ്റ്റെബിലിറ്റി എന്നതാണ്. അപ്പോൾ ഈ 2 പ്രോഡക്റ്റിൽ ഇതാണ് മോർ സ്റ്റേബിൾ പ്രൊഡക്റ്റ്. അപ്പോൾ നോർമലി മോർ സ്റ്റേബിൾ പ്രൊഡക്റ്റ് ആയിരിക്കും ഇതിൻ്റെ മേജർ പ്രൊഡക്റ്റ് വരിക. അപ്പോൾ നമുക്ക് ആൻസർ വരിക 1, 2, 3, 4 2-methyl butadiene അല്ലേ വരിക. ആൻസർ C. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബേസ് ഇസ് നോട്ട് പ്രസൻറ്റ് ഇൻ DNA? അപ്പോൾ നമുക്ക് ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ അഡിനിൻ ഉണ്ട്, ഗ്വാനിൻ ഉണ്ട്, സൈറ്റോസിൻ ഉണ്ട്, യൂറാസിൽ ഉണ്ട്. നമുക്കറിയാം അഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ ഇതൊക്കെ DNA പ്രസൻ്റ് ആയിരിക്കുന്ന ബേസാണ്. പക്ഷേ യൂറാസിൽ എന്ന് പറയുന്ന ഒരിക്കലും DNA പ്രസൻ്റ് ആയിരിക്കുന്ന ബേസിൽ, അത് RNA പ്രസൻ്റ് ആയിരിക്കുന്ന ബേസാണ്. അപ്പോൾ നോട്ട് പ്രസൻറ്റ് ഇൻ DNA ഇസ് യൂറാസിൽ. ഓപ്ഷൻ ഡി. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ, ദ നമ്പർ ഓഫ് ഒപ്റ്റിക്കലി ആക്റ്റീവ് സ്റ്റീരിയോ ഐസോമേഴ്സ് ആർ പോസിബിൾ ഫോർ ബ്യൂട്ടൈൻ 2,3 ഡയോൾ. നമ്മൾ ബ്യൂട്ടൈൻ 2,3 ഡയോൾ എടുത്തു കഴിഞ്ഞാൽ ഇത് CH3, ഇത് CH3, ഇത് OH, ഇത് H, ഇത് OH, ഇത് H. നമുക്ക് 3 രീതിയിൽ ഇതിൻ്റെ കോൺഫിഗറേഷൻ വരയ്ക്കാം. ഒന്നിത് വീണ്ടും തിരിച്ചു വച്ചിട്ട് കാര്യമില്ല, കാരണം ഇത് ഒപ്റ്റിക്കലി ഇനാക്റ്റീവാണ്. ഇവിടെ POS ഉണ്ട്, പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ട്. ഓക്കെ, സോ ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണ്. അപ്പോൾ ഇതിൻ്റെ മിറർ ഇമേജ് വരച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇതിൻ്റെ മിറർ ഇമേജ് കിട്ടിയാൽ ഇത് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയതുകൊണ്ട് തന്നെ ഇത് തന്നെയാണ് കിട്ടുക. ഇത് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണ്. ഇതിൻ്റെ ആക്റ്റീവ് ഫോം എടുത്തു കഴിഞ്ഞാൽ
ഇത് CH3, ഇവിടെ OH, H, ഇവിടെ H, ഇവിടെ OH, ഇതൊന്ന്. ഇനി ഇതിൻ്റെ മിറർ ഇമേജും നോൺ സൂപ്പർ ഇമ്പോസിബിൾ ആണ്. ദാറ്റ് മീൻസ് ഇത് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ OH ഇവിടെ വരും, ഇവിടെ H വരും, ഇവിടെ H വരും, ഇവിടെ OH. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ഐസോമേഴ്സ് വെച്ചാൽ നമുക്ക് അവിടെ 3 പറയാം. പക്ഷേ ഒപ്റ്റിക്കലി ആക്റ്റീവ് 2 എണ്ണം മാത്രമേ. ഇതിന് 2 D&L ഫോം, 1 മീസോ ഉള്ളത്. ഓക്കെ, ഇക്വേഷൻ വെച്ചിട്ട് ഇത് കണ്ടുപിടിക്കാറുണ്ട്. ബട്ട് നമുക്കിത് സിമ്പിൾ ആയതുകൊണ്ട് ഡയറക്റ്റ് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒപ്റ്റിക്കലി ആക്റ്റീവ് 2 ആണ്, ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് അമൈൻസ് ഗിവ്സ് കാർബൈൽ അമീൻ റിയാക്ഷൻ? അപ്പോൾ നമ്മൾ കാർബൈൽ അമീൻ റിയാക്ഷനിൽ നമുക്ക് തന്നിരിക്കുന്ന അമൈനെ നമ്മൾ ഹീറ്റ് ചെയ്യുക KOH അതുപോലെ തന്നെ ക്ലോറോഫോമുമായിട്ടാണ്. അപ്പോൾ ഒരു ബാഡ് സ്മെല്ലിംഗ് സബ്സ്റ്റൻസ്, ദാറ്റ്സ് കാർബൈൽ അമീൻ ഫോം ചെയ്യും. ഇത് പ്രൈമറി അമൈൻ്റെ ടെസ്റ്റാണ്. അപ്പോൾ പ്രൈമറി അമൈൻ മാത്രമേ ഈ കാർബൈൽ അമീൻ ടെസ്റ്റ് തരുള്ളൂ. അപ്പോൾ നമ്മൾ ഓപ്ഷനിൽ പ്രൈമറി അമൈനാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതൊരു പ്രൈമറി അമൈനാണ്, ഇതാണ് നമ്മൾ ആൻസർ വരിക. സെക്കൻഡറി അമൈനാണ്, ടേഴ്സറി അമൈനാണ്, സെക്കൻഡറി അമൈനാണ്. അപ്പോൾ ഓപ്ഷൻ എ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫൈബർ ഒബ്റ്റെയിൻഡ് ബൈ ദി കണ്ടൻസേഷൻ ഓഫ് ഹെക്സാ മെത്തിലീൻ ഡൈഅമൈൻ ആൻഡ് അഡിപ്പിക് ആസിഡ്സ്. നമുക്കറിയാം ഹെക്സാമെത്തിലീൻ ഡൈഅമൈൻ ആൻഡ് അഡിപ്പിക് ആസിഡിൻ്റെ കണ്ടൻസേഷൻ പോളിമറൈസേഷൻ നടത്തിയാൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നൈലോൺ 66 ആണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ.